റഷ്യയുടെ ഉന്നത സൈനികോദ്യോഗസ്ഥൻ ഇഗോർ കിരിലോവിനെ കൊലപ്പെടുത്തിയ സംഭവം റഷ്യ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു. യുക്രൈൻ ഏർപ്പെടുത്തിയ കൊലയാളികൾക്ക് ജനറലിനെ കൊല്ലുന്നതിന് പ്രതിഫലമായി $1,00,000 യൂറോപ്യൻ പാസ്പോർട്ടും വാഗ്ദാനം ചെയ്തതായും റഷ്യ അവകാശപ്പെടുന്നു. ഇഗോർ കിരിലോവിനെ കൊല്ലാൻ യുക്രൈൻ 2 കൊലയാളികളെ റിക്രൂട്ട് ചെയ്തതായി റഷ്യ ആരോപിക്കുന്നു. 54-കാരനായ ജനറൽ മോസ്കോയിലെ അപ്പാർട്ട്മെൻറ്റിന് പുറത്തു വെച്ചാണ് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ സഹായി ഇല്യ പോളികാർപ്പോവും കൊല്ലപ്പെട്ടു. റഷ്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് കൊലപാതക ഗൂഢാലോചന നടത്താൻ ഉസ്ബെക്ക് പൗരനായ അഹ്മദ് കുർബനോവ് ഉൾപ്പെടെ 2 പ്രതികൾക്ക് $1,00,000 യൂറോപ്യൻ പാസ്പോർട്ടും വാഗ്ദാനം ചെയ്തു. സംഭവ സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ച് ബോംബ് പൊട്ടിച്ചതായി കുർബനോവ് കുറ്റസമ്മതം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസസ് അവകാശപ്പെടുന്നത് യുക്രൈൻ്റെ സ്പെഷ്യൽ സർവീസസാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നാണ്. പ്രതികളെ റിക്രൂട്ട് ചെയ്യുകയും അവർക്ക് സ്ഫോടക വസ്തുക്കൾ നൽകുകയും ചെയ്തു. റഷ്യയുടെ ആരോപണങ്ങൾക്കിടയിലും കൊലപാതകത്തിൽ പങ്കില്ലെന്നാണ് യുക്രൈൻ പറയുന്നത്. മുൻ പ്രസിഡന്റ് ദിമിട്രി മെദ്വദേവ് പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആക്രമണത്തെ അപലപിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തങ്ങളുടെ ശത്രു ആരാണെന്നും അവരുടെ കഴിവ് എന്താണെന്നും റഷ്യ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. യുക്രൈനിലെ ഉന്നത സൈനിക രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ ഉത്തരവാദികളെ കണ്ടെത്തി ശിക്ഷിക്കുമെന്നാണ് മെദ്വദേവ് മുന്നറിയിപ്പ് നൽകിയത്. ഇത് വെറുമൊരു ഭീകരാക്രമണമല്ല, യുദ്ധപ്രഖ്യാപനമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുമെന്ന ആശങ്കയ്ക്കിടയിലാണ് എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് കൊലപാതകം അരങ്ങേറിയത്. ഈ ഭീകരാക്രമണം അനുവദിക്കില്ലെന്നും പുടിൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉത്തരവാദികൾ എവിടെ ഒളിച്ചാലും ഞങ്ങൾ കണ്ടെത്തി ശിക്ഷിക്കും, പുടിൻ പ്രഖ്യാപിച്ചു. കിരിലോവിൻ്റെ കൊലപാതകം റഷ്യൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ സുരക്ഷയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. റഷ്യയുടെ സൈനിക സ്ഥാപനത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു ജനറൽ. അദ്ദേഹത്തിൻ്റെ കൊലപാതകം രാജ്യത്തെ ഞെട്ടിച്ചു. ഒരു കാര്യം വ്യക്തമാണ്, റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നു. കൂടുതൽ രൂക്ഷമാകാതിരിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്.